മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശിയും പ്രതാപനും ചികിത്സ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ട് തന്നെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈദ്യരുടെ അടുത്തേക്ക് പോകുന്നു. കാരണം മറ്റൊന്നുമല്ല, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ നേരിട്ട് കണ്ടു. കാരണം എന്നൊക്കെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ ചികിത്സയെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടോ, അന്നൊക്കെ ഇതുപോലെ എന്തെങ്കിലും ആത്മാവോ ശല്യമോ ഒക്കെ കാരണം ചികിത്സ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പിട്ടേ അവിടുന്ന് ഓടി രക്ഷപ്പെടേണ്ട അവസ്ഥയാണ്. ഇത്തവണയും അതിനൊരു മാറ്റമില്ല. ഇത്തവണയാണെങ്കിൽ കണ്ണൻ്റെ ആത്മാവാണ് പ്രതാപനെ ശല്യം ചെയ്യാൻ വന്നത്. ആ ഒരു പേടി പ്രതാപനെ വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വൈദ്യരുടെ അടുത്ത് നിന്ന് തനിക്ക് ഡിസ്ചാർജ് വേണമെന്ന് പറയുമ്പോൾ വൈദ്യർ പറയുന്നുണ്ട്, ചികിത്സ കംപ്ലീറ്റ് ആയില്ല, ഒരു 2-3 ദിവസത്തെ ചികിത്സയും കൂടി കഴിഞ്ഞാൽ മാത്രമേ താൻ ഓക്കെ ആകൂ. സാരമില്ല വൈദ്യരെ, കഴിക്കാനുള്ള മരുന്നും പുരട്ടാനുള്ള ഓയിൽമെൻറ്റും ഒക്കെ തന്നാൽ മതിയെന്ന് പറയുമ്പോഴത്തേക്കും താൻ ഇങ്ങനെ പേടിക്കുന്നത്? പ്രേതവും പിശാചും ഒന്നും ഇല്ലടോ. പിന്നെ അഥവാ പ്രേതോ പിശാചോ ആരെങ്കിലും ശല്യം ചെയ്യാൻ വരുന്നെങ്കിൽ ഉറപ്പായിട്ടും ആ വ്യക്തി കാരണം ദുർമരണപ്പെട്ട ആത്മാവായിരിക്കും. താൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശിയും പ്രതാപനും പരസ്പരം നോക്കി ഒന്ന് പേടിക്കുന്നു. അത് കണ്ടപ്പോഴേ തോമസ് വൈദ്യർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്. കാരണം പ്രതാപൻ്റെ സ്വഭാവം അത്ര പക്കയൊന്നും അല്ലെന്നുള്ള കാര്യം കണ്ണനും മഹാലക്ഷ്മിയും മാർക്കോയും ഒക്കെ പറഞ്ഞിട്ട് വൈദ്യർക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ തൻ്റെ അടുത്തേക്ക് ചികിത്സയ്ക്ക് വരുന്ന ഒരു പേഷ്യൻറ്റിനെ നിരാശപ്പെടുത്തി പറഞ്ഞു വിടാറില്ല. മാത്രമല്ല, എത്ര ദ്രോഹിയാണെങ്കിലും ചികിത്സയ്ക്ക് മായവും കാണിക്കാറില്ല. അതിൻ്റെ പേരിൽ മാത്രമാണ് അയാളെ പോലൊരു ദുഷ്ടനെ അവിടെ നോക്കി ചികിത്സിപ്പിക്കുന്നത്. മാത്രമല്ല, വാമദേവനെ ആയാലും മേഘനെ ആയാലും അവിടെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം നോക്കിയല്ല, പകരം പേഷ്യൻ്റ് എന്നൊരു പരിഗണന വെച്ചിട്ടാണ്. എന്തായാലും പ്രതാപം പറയുന്നുണ്ട്, ഞാൻ ആരെയും കൊന്നിട്ടില്ല, ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. പിന്നെ ഈ ആത്മാക്കളെല്ലാം എൻ്റെ പിന്നാലെ ശല്യം കൊണ്ട് വരുന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ വൈദ്യരാണെങ്കിൽ കുറച്ച് മരുന്നൊക്കെ പ്രതാപന് കുറിച്ച് കൊടുക്കുന്നുണ്ട്. അതുമായിട്ട് കാറിൽ കയറിയിരിക്കുന്ന പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ ഒരു സാധാ സ്ത്രീയല്ല. അല്ലെന്നുണ്ടെങ്കിൽ വിഷമരുന്നുള്ളിൽ പോയിട്ട് പോലും അവളുടെ കുഞ്ഞിന് യാതൊരു ആപത്തും സംഭവിച്ചില്ല. ഇനി അവളുടെ ദുർമന്ത്രവാദം കൊണ്ട് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ എൻ്റെ നേർക്ക് തിരിച്ചതായിരിക്കുമോ? കാരണം അവൾ വ്യക്തമായിട്ട് കണ്ടതാണ് ഞാനാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള സത്യം. അവൾ ഒറ്റയൊരുത്തി കാരണം ഇപ്പം എൻ്റെ കരുണമോള് പോലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞത്. എനിക്കും അങ്ങനെയാടാ പ്രതാപ തോന്നുന്നത്. അവളും അവളുടെ അമ്മയൊന്നും സാധാരണ മനുഷ്യ സ്ത്രീകളൊന്നും അല്ല. ദൈവങ്ങളെ ആത്മാക്കളെ എല്ലാം അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് കയ്യിലാക്കി വെച്ചേക്കോ രണ്ടവളുകളും. ഇനി അതിൻ്റെ പേര് നിന്നെ ശല്യം ചെയ്യാൻ അവളും അവളുടെ അമ്മ ഇനി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നാണ് എനിക്കറിയാൻ വയ്യാത്തത്. അങ്ങനെ മുത്തശ്ശിയും പ്രതാപനും നേരെ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം ചികിത്സ കഴിയുന്നതിന് മുമ്പിട്ടേ വന്നത് കണ്ട് മോഹിനിയമ്മയാണെങ്കിൽ അതിശയിച്ച് നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുന്നു, 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ വരുമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വരാൻ കാര്യം എന്താ? ഒന്നും പറയാതിരിക്കുന്നത് നല്ലത്. അവിടെയും നിൻ്റെ മകളുടെ ദൈവവിശ്വാസവും പിശാചുക്കളോടുള്ള ആരാധനയും എൻ്റെ മകനെ വട്ടം ചുറ്റിച്ചു എന്ന് തന്നെ പറയാം. മോഹിനി, നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. നീ മാത്രമല്ല, നിൻ്റെ മോളും ആത്മാക്കളെല്ലാം വീണ്ടും ശല്യത്തിന് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുമ്പം മോഹിനിയാണെങ്കിൽ അതിശയിച്ച് പ്രതാപനെ നോക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? ഞാൻ പറഞ്ഞത് സത്യ. കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഞാൻ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ കണ്ടു എന്ന് പറയുമ്പോൾ മോഹിനിയമ്മ പറയുന്നു, തെറ്റ് ചെയ്തവർ മാത്രമേ ആത്മാവിനെ കണ്ടാലും പ്രേതത്തെ കണ്ടാലും പേടിക്കേണ്ട കാര്യമുള്ളൂ. ഞാനും എൻ്റെ മോളും ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആത്മാക്കളൊന്നും ഞങ്ങളെ ശല്യം ചെയ്യില്ല. ആര് കാരണമാണോ മരണപ്പെട്ടത് അങ്ങനെയുള്ള കൊലയാളികളെ ആത്മാക്കൾ വെറുതെ വിടില്ലെന്ന് പറയുമ്പോൾ പ്രതാപനും മുത്തശ്ശിക്കും വീണ്ടും പേടിയാകുന്നു. ഇനി ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് ഒരു പൂജയോ മന്ത്രവാദമോ ചെയ്ത് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ ഒഴിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നു. അതേസമയം കമലേശ്വരത്തേക്ക് വരുന്ന വാമദേവൻ അമ്മാവനോട് ദുർഗയാണെങ്കിൽ ഈ കാര്യം പറയുന്നുണ്ട്. കാരണം ദുർഗ അടുത്തിടെയായിട്ട് കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിനെ സ്വപ്നത്തിലൂടെയും അല്ലാതെയൊക്കെ കാണാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവരും പറയുന്നു, കണ്ണൻ്റെ അച്ഛൻ്റെ ആത്മാവിന് മോശം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒരു പൂജയോ മന്ത്രവാദമോ ഒക്കെ ചെയ്തിട്ട് ആത്മാവിനെ തളയ്ക്കണമെന്ന് പറയുന്ന സമയത്ത് വാമദേവന് നല്ല പേടിയുണ്ട്. കാരണം സ്വത്തിന് വേണ്ടി കണ്ണൻ്റെ അച്ഛനെ കൊന്നത് മറ്റാരുമല്ലല്ലോ, വാമദേവൻ കൊട്ടേഷൻ കൊടുത്തത് പ്രകാരം പ്രതാപനല്ലേ. അപ്പോൾ 2 പേരും പങ്കു ചേർന്നിട്ടുള്ള ഈ കാര്യത്തിന് ആത്മാവുണ്ടെങ്കിൽ ശരിക്കും അവർ ഭയപ്പെടണം. അങ്ങനെ ഈ കാര്യം നമ്മുടെ കണ്ണനോട് വാമദേവൻ അമ്മാവൻ പറയുന്നുണ്ട്. ഇതുപോലെ നിൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ഗതി കിട്ടിയിട്ടില്ലെന്നാണ് ദുർഗ പറയുന്നത്, അവളെ ശല്യം ചെയ്യുന്നെന്ന്. മാത്രമല്ല ഇപ്പം പ്രതാപൻ വിളിച്ചിട്ട് പ്രതാപനും പറയുന്നുണ്ട് ഏതോ ആത്മാവിനെയോ പ്രേതത്തെയോ ഒക്കെ കണ്ടെന്ന്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ്റെ ആത്മാവ് എന്നെ ഇന്ന് വരെ ശല്യം ചെയ്തിട്ടില്ല. അപ്പം നിങ്ങളെയൊക്കെ ശല്യം ചെയ്യണമെങ്കിൽ എൻ്റെ അച്ഛന് നിങ്ങൾ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പം വാമദേവൻ ആകെ പേടിച്ചിട്ടാണെങ്കിൽ പറയുന്നു, ഇല്ല മോനെ, ഞാൻ എൻ്റെ അളിയനെ ശല്യം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? എൻ്റെ പെങ്ങളുടെ ജീവിതത്തെ ഓർത്തിട്ട് എൻ്റെ അളിയൻ എന്തെങ്കിലും ദ്രോഹം ഞാൻ ചെയ്യുമെന്നും നിനക്ക് വിചാരിക്കുന്നുണ്ടോ?
അങ്ങനല്ല, നിങ്ങളെ മാത്രം ശല്യം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചതാ. അതേസമയം ഉണ്ണിയാണെങ്കിൽ പലതും ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നു. ഉണ്ണിക്കാണെങ്കിൽ കണ്ണനും മഹിയും നടത്തുന്ന ഈ നാടകത്തിൽ നന്നായിട്ട് സംശയം തോന്നുന്നു. കമലേശ്വരം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വന്നപ്പം മഹാലക്ഷ്മിയും അതുപോലെ കണ്ണനും ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ തുടങ്ങിയതാണോ, എന്നെ കണ്ടിട്ട് പെട്ടെന്ന് ദേഷ്യമായിട്ട് നടിച്ചതാണോ എന്നൊക്കെയുള്ളൊരു സംശയം. മാത്രമല്ല, എന്താണ് ഇപ്പോൾ തൻ്റെ അച്ഛൻ്റെ ആത്മാവ് മറ്റുള്ളവരെ ശല്യം ചെയ്യാൻ വന്നിരിക്കുന്നത്? അതിൻ്റെ പിന്നിൽ വാമദേവൻ അമ്മാവൻ എന്തെങ്കിലും കൊനഷ്ടൊപ്പിച്ചിട്ടുണ്ടായിരിക്കുമോ? സ്വത്തിന് വേണ്ടിയിട്ട് കണ്ണേട്ടനെയും മഹാലക്ഷ്മിയെയും കൊല്ലാൻ നടക്കുന്നത് പോലെ പണ്ട് അച്ഛനെ തീർത്തതും അമ്മാവനായിരിക്കുമോ? അങ്ങനെ 100 കൂട്ടം സംശയങ്ങൾ ഉണ്ണിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് ടെറസിൻ്റെ മേളിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന ഉണ്ണിയുടെ പിന്നാലെ വന്ന് കരുണയാണെങ്കിൽ തോളിൽ കൈവെക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉണ്ണി പേടിക്കുന്നുണ്ട്. അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന ഉണ്ണി കാണുന്നത് കരുണയാണ്. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. നീ ആയിരുന്നോ? നിനക്കൊന്ന് വിളിച്ചും പറഞ്ഞും വന്നുകൂടായിരുന്നോ? എന്താ ഉണ്ണിയേട്ട ഇത്രയും പേടിച്ചത്? എൻ്റെ അച്ഛൻ്റെ ആത്മാവ് അടുത്തിടയ്ക്ക് എല്ലാവരെയും ശല്യം ചെയ്യാൻ തുടങ്ങിയെന്ന് പറഞ്ഞത് നീയും കേട്ടതല്ലേ? അതിൻ്റെ ഒരു പേടിയാ. എന്നാലും ഞാൻ ആലോചിക്കുക, എന്തായിരിക്കും എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഇപ്പം എല്ലാവരെയും ശല്യം ചെയ്യാൻ കാര്യം? ഇനി എൻ്റെ അച്ഛൻ്റെ മരണത്തിന് അമ്മാവൻ എന്തെങ്കിലും പങ്കുണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും കരുണ ആകെ പേടിച്ച് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കുക എന്താകുമെന്ന്.